നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ. 30 മണിക്കൂറായിട്ടും വാൻഹായ് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായില്ല. 15 ഡിഗ്രി ചരിഞ്ഞ കപ്പൽ മുങ്ങുന്നു. മാരക വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുമെന്ന ആശങ്ക. കൊച്ചി, കോഴിക്കോട് തീരങ്ങളിൽ ജാഗ്രത. 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. വെൽഫെയർ പാർട്ടി പിന്തുണയെ ചൊല്ലി നിലമ്പൂരിൽ LDF UDF വാക്പോര്. UDF വർഗീയ ശക്തികളുടെ കൂടാരമായെന്ന് MP ഗോവിന്ദൻ. PDPയുടെ പിന്തുണയ്ക്ക് വിചിത്ര ന്യായീകരണം. ഞാൻ പറഞ്ഞു വന്നത് പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. CPM-നൊപ്പം നിൽക്കുമ്പോൾ മതേതരരും UDF-നെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാവുന്നത് എങ്ങനെയെന്ന് VD സതീശൻ. CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവര് വർഗീയവാദിയാണ്. ഇതാണ് സ്ഥിര പരിപാടി. അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പിന്തുണച്ചെന്ന വാദം തള്ളി MP ഗോവിന്ദൻ. ഗോവിന്ദനെയും വിജയരാഘവനെയും കണ്ട ശേഷമുള്ള പിന്തുണയെന്ന് ഹിന്ദു മഹാസഭ. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര വനമന്ത്രിയുടെ വാദം തള്ളി മന്ത്രി ശശീന്ദ്രൻ. വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള മാനദണ്ഡങ്ങൾ അപ്രായോഗികം. കേന്ദ്രം ആവർത്തിക്കുന്നത് UDF-ന്റെ ആരോപണങ്ങളെന്നും മന്ത്രി. AK ശശീന്ദ്രനെ തിരുത്തിയ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ പട്ടിൽ പൊതിഞ്ഞെങ്കിൽ വിമർശിക്കണമെന്ന് VD സതീശൻ. ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തലെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ മുനയൊടിച്ച് ശശി തരൂർ. മധ്യസ്ഥതയുടെയും വ്യാപാരത്തിന്റെയും കാര്യം US വൈസ് പ്രസിഡന്റ് അടക്കം ആരും പറഞ്ഞില്ലെന്ന് തരൂർ. പാർട്ടി നേതാക്കളുടെ വിമർശനത്തിന് സമയമാകുമ്പോൾ മറുപടി നൽകുമെന്നും പ്രതികരണം. ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എന്റെ കടമ. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ സമയം വരുമ്പോൾ സംസാരിക്കും. നയതന്ത്ര ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പ്രതിനിധി സംഘങ്ങളെ 7 മണിക്ക് മോദി കാണും. പുറത്തുവിട്ടു. സഹായ കപ്പലിലുണ്ടായിരുന്ന 8 പേർ ഇസ്രായേൽ തടവറയിലെന്ന് റിപ്പോർട്ട്. അറസ്റ്റ് നടപടി തിരിച്ചയക്കൽ രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ 29ാം വയസ്സിൽ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച ക്രിക്കറ്റ് താരം നിക്കോളാസ് പൂരൻ. വെസ്റ്റ് ഇൻഡീസിനായി 61 ഏകദിനവും 106 T20യും. 40 മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ് നായകൻ. ജീവിതത്തിൽ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നെന്ന് വൈകാരിക കുറിപ്പ്.